Good morning, all. I am Ashwati. Today I am going to take the seminar on the topic meaning of motivation, definition, characteristics, importance, and process. Motivation is one of the important factors which affect the human behavior. Motivation not only affect other cognitive factors like perception and learning but also affect the total performance of an individual in an organization. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് നമ്മുടെ പേഴ്സെപ്ഷനെ ലേണിങ്ങിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ബിഹേവിയറിനെയാണ് അല്ലെങ്കിൽ ടോട്ടൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ മീൻസ് ഇൻസ്പയറിംഗ് ദ പേഴ്സണൽ വിത്ത് എന്തൂസിയാസം ടു ഡു വർക്ക് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് എല്ലാ ഓർഗനൈസേഷനിലും ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയീസിനെ അല്ലെങ്കിൽ പേഴ്സണലിനെയോ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ മാനേജർ. ഹി മേക്സ് ദ പ്രോപ്പർ യൂസ് ഓഫ് മോട്ടിവേഷൻ ടു ഇൻഡ്യൂസ് ദ പേഴ്സണൽ ടു വർക്ക് ഹാർമോണിയസ്ലി ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. The manager must understand the human behavior to provide maximum motivation among his subordinates or employees. അതായത് ഒരു മാനേജറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള മോട്ടിവേഷന് എംപ്ലോയീസിന് കൊടുത്താലാണ് അവർ മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുള്ളൂ. മാനേജർ എപ്പോഴും ഹ്യൂമൻ ബിഹേവിയറിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. ഓരോ എംപ്ലോയീസിൻ്റെ ആയാലും സബോർഡിനേറ്റ്സിൻ്റെ ആയാലും ബിഹേവിയർ നല്ല രീതിയിൽ മാനേജർ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് വേണം അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. Motivation is derived from the word motive, which means idea, need, emotion or organism state which promotes a man to an action. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടീവ് എന്ന വേർഡിൽ നിന്നാണ് വന്നത്. അതായത് ഒരു മാനിനെ ആക്ഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആഗ്രഹത്തിനെയോ ഐഡിയ എന്നതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. So, to motivate a person, need, emotion, etc. of a person should be studied. There are number of factors that induces an individual for good performance to meet his needs and emotion. Thus, motivation is the process of getting the need of people realized to induce them to work for the accomplishment of organizational objective. Hence, motivation is nothing but an act of inducement. അതായത് നമ്മളൊരാളിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ആഗ്രഹം എന്താണ്, അയാളുടെ നീഡ് എന്താണെന്ന് ആദ്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഒരു ഇൻഡിവിജ്വലിനെ ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുറേ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉണ്ടായ ഒരു നീഡിനെ റിയലൈസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ട് ഓഫ് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഒരു വർക്ക് ചെയ്യിക്കാനായിട്ടോ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ആക്ടിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നത് 2 ഡെഫിനിഷൻസ് ആണ്. Edwin B. Flippo defines motivation is the process of attempting to influence others to do their work through the possibility of gain or reward. അതായത് ഗെയിൻ അല്ലെങ്കിൽ റിവാർഡ് ഉണ്ടാവും എന്നുള്ള ഒരു പോസിബിലിറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിനെ ഒരു വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലേ, ഇതൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന റിവാർഡ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗെയിൻ ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരാളിനെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത്. പിന്നെ വരുന്നത് അക്കോർഡിംഗ് ടു ഡ്യൂബിൻ, മോട്ടിവേഷൻ ഈസ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് എ വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു പേഴ്സണിനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യിക്കാനായാലും കുറേ ഫോഴ്സസ് നമുക്ക് വേണം. ആ ഓർഗനൈസേഷനിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഒരുപാട് ഫോഴ്സസ് വരുന്നുണ്ട്. ആ കുറേ ഫോഴ്സസിനെ പറയുന്നതാണ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഒരു വർക്ക് തുടങ്ങാനായിട്ടും അതുപോലെ തന്നെ ആ വർക്ക് തുടങ്ങിയ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താനും വേണ്ടി വരുന്ന ഫോഴ്സസിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഡ്യൂബിൻ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ. അതിൽ 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സ്.
Motivation is a continuous ongoing process because an individual has unlimited wants and need. Motivation is an unending process. Wants are numerous and cannot be satisfied at one time. As satisfaction of need is an unending process, so the process of motivation is also unending. As soon as the existing need is fulfilled, another will appear. Hence, motivation should go continuously. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നാണ് പറയുന്നത്. കാരണം ഓരോ ഇൻഡിവിജ്വലിൻ്റെ വാണ്ട്സ് ആയാലും നീഡ്സ് ആയാലും അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ വാണ്ട്സും നീഡ്സും അൺലിമിറ്റഡ് ആവുന്നിടത്തോളം കാലം മോട്ടിവേഷനും ഒരു അൺഎൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇന്ന് ഒരു ആഗ്രഹം നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു ആഗ്രഹം വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹവും നമുക്ക് ഫുൾഫിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ആഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം മോട്ടിവേഷനും നിലനിൽക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ ഫിനോമിനൻ. Motivation is a psychological concept. Motivation is related with needs, desire, expectation, confidence, and satisfaction. It arises from inside the individual. Motivation is the inducement of inner feeling of an individual. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വലിൻ്റെ ഇന്നർ ഫീലിങ്സിനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതായത് മോട്ടിവേഷൻ ഉണ്ടാവാനായിട്ട് നമുക്കൊരു ആഗ്രഹമോ നീഡോ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനോ കോൺഫിഡൻസോ ഉണ്ടെങ്കിലാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബോഡിയുടെ ഇൻസൈഡിൽ നിന്ന് ഉണ്ടാകുന്നത് കാരണം അതിനൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡൈനാമിക്. Motives of a person today may be different from motives of tomorrow. His needs, drives, expectation, etc. are changing. So motivation is highly dynamic. അതായത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇന്നത്തെ നീഡും അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കില്ല നാളെ ഉണ്ടാവാൻ പോകുന്നത്. അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മോട്ടിവേഷനും ഒരു ഡൈനാമിക് ആണെന്നാണ് പറയുന്നത്. ഹൈലി ഡൈനാമിക് ആണെന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മോട്ടീവ്സ്. മോട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ മോട്ടീവ്സ് വിച്ച് ആർ ഇൻറ്റേർണൽ ടു ദ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു മോട്ടീവ് കാരണമാണ് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ. എ ഹോൾ പേഴ്സൺ ഈസ് ഇൻഡ്യൂസ്ഡ് ടു വർക്ക്. ഹി കനോട്ട് ബി മോട്ടിവേറ്റഡ് ഇൻ പാർട്ട്. ഹി ഈസ് മോട്ടിവേറ്റഡ് ഇൻ ടോട്ടലി. അതായത് മോട്ടിവേഷൻ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ ഫുള്ളായിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യിക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വലിനെ മുഴുവനായിട്ട് ബാധിക്കുന്നതാണ്. പിന്നെ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. A person is motivated to achieve something, so it is always goal oriented. Motivation should be directed towards the achievement of stated goals and objectives. Motivation causes goal oriented behavior. Feelings of need by the person cause him to behave in such a way that he tries to satisfy himself. From the viewpoint of the organization, the goal is to achieve high productivity through better job performance. അതായത് നമ്മളൊരു പേഴ്സൺ മോട്ടിവേറ്റഡ് ആവുന്നത് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെന്ന് അറിയുമ്പോഴാണ് ഒരു പേഴ്സൺ മോട്ടിവേറ്റഡ് ആവുക. അതായത് എപ്പോഴും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സായിരിക്കും. ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് ആഗ്രഹം ഫുൾഫില്ല് ചെയ്യണം എന്നറിയുമ്പോഴാണ് അവിടെ മോട്ടിവേഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നടത്തണം. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം എന്നായിരിക്കും എല്ലാ ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം എന്നതായിരിക്കും ഗോള്. ആ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ചെയ്യുക. മോട്ടിവേഷൻ പിന്നെ നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് പ്രോസസ്. മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. കോംപ്ലക്സസ് അറൈസഡ് ഡ്യൂ ടു ദ നേച്ചർ ഓഫ് നീഡ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഓഫ് ദാറ്റ് ഈസ് അറ്റംപ്റ്റഡ് ടു സാറ്റിസ്ഫൈ ദോസ് നീഡ്സ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. നമ്മുടെ ആഗ്രഹത്തിൻ്റെ രീതിക്ക് അനുസരിച്ചിരിക്കും എത്രത്തോളം കോംപ്ലക്സ് ആണ് ഓരോ മോട്ടിവേഷനും എന്ന് മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് മോട്ടിവേഷൻ.
അതാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് ബൈ ദ ടേംസ് ഓഫ് മോട്ടിവേഷൻ വി മീൻ പോസിറ്റീവ് മോട്ടിവേഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് എംപ്ലോയി ഫോർ ഗുഡ് പെർഫോമൻസ്. പോസിറ്റീവ് മോട്ടിവേഷൻ കംപ്രൈസസ് യൂസ് ഓഫ് ഇൻസെൻറ്റീവ് സച്ച് ആസ് ഇൻക്രീസ് ഇൻ പേ, റിവാർഡ്, പ്രൊമോഷൻ എക്സെട്ര ഫോർ ബെറ്റർ പെർഫോമൻസ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ദ ടൈം motivation must be positive. Rather, sometimes it can be negative also. The negative motivation is also known as punishment, which is not desired by the employees. Negative motivation includes imposition of penalties such as reprimands, threat of demotion, fear of loss of job, etc. അതായത് മോട്ടിവേഷൻ നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട്, പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് പെർഫോമൻസ് കാഴ്ചവെച്ച എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് പോസിറ്റീവ് മോട്ടിവേഷൻ. അതായത് റിവാർഡായിട്ടും പ്രൊമോഷനായിട്ടും സാലറിയിൽ ഇൻക്രീസ് ഉണ്ടായിട്ടൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് മോട്ടിവേഷൻ നൽകുക. അത് നമ്മുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഡിസയർ അല്ലെങ്കിൽ ഗോള് അറ്റൈൻ ചെയ്താലാണ് നമ്മൾ പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുക. അതേസമയം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് മോട്ടിവേഷനാണ്. കാരണം നമുക്ക് ആഗ്രഹം നല്ല രീതിയിൽ ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് മോട്ടിവേഷൻ കിട്ടിയാലാണ് ചിലവർ അത് ഇനി നെക്സ്റ്റ് ടൈമിലേക്ക് അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് മോട്ടിവേറ്റഡ് ആവുക ഇങ്ങനെ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ പെനാൽറ്റിയോ കിട്ടുന്ന സമയത്തായിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് മോട്ടിവേഷൻ ഈസ് ബിഹേവിയർ ഓറിയൻറ്റഡ്. ആസ് മോട്ടിവേഷൻ ഈസ് പേഴ്സൺ specific, it is related to the personal behavior of an employee. Behavior is a series of activities undertaken by an individual in the organizational workplace. The behavior is directed towards the attainment of goal and objective. അതായത് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണിനെ വളരെ റിലേറ്റഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതായത് ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ വർക്ക് പ്ലേസിൽ കാഴ്ചവെക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിഹേവിയർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ മോട്ടിവേഷനിലൂടെ ആ എല്ലാ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ എംപ്ലോയീസിനെയും ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻസ് ആണോ നടക്കുന്നത് എന്ന് മോട്ടിവേഷനിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. Motivation induces every individual to perform well. It results into enhanced productivity and production. A motivated employee is always seeking a better way to perform a job. It will also help the effective and proper utilization of resources. അതായത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ആയാലും പ്രൊഡക്ഷൻ ആയാലും അതിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവും, അതായത് ഇൻക്രീസ് ഉണ്ടായിരിക്കും. ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എംപ്ലോയീസ് ആണെങ്കിൽ എപ്പോഴും നല്ലൊരു ജോലി ചെയ്യാനായിട്ടുള്ള നല്ലൊരു വേയാണ് നോക്കുക. അതുകൊണ്ട് തന്നെ റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് ഇൻക്രീസ്ഡ് എംപ്ലോയി കമ്മിറ്റ്മെൻറ്റ്. വെൻ എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ടു വർക്ക് ദേ ആർ ജനറലി പുട്ട് ദെയർ ബെസ്റ്റ് എഫേർട്ട് ഇൻ ദ ടാസ്ക് ദേ ആർ അസൈൻഡ് ടു ദം. അതായത് ഒരു എംപ്ലോയീസിനെ നമ്മൾ വർക്കിലേക്ക് മോട്ടിവേറ്റഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ, തന്നിരിക്കുന്ന ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ മോട്ടിവേഷന് എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇംപ്രൂവ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ഓർഗനൈസേഷൻ ബിക്കോസ് ദിസ് ക്യാൻ ലീഡ് ടുവാർഡ്സ് എ പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി. അതായത് എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏതൊരു ഓർഗനൈസേഷനിലും ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു എംപ്ലോയി പെർഫോം ചെയ്തിട്ട് ഗോൾ അച്ചീവ് ചെയ്താലാണ് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എംപ്ലോയീനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വരുന്നത് make employees quality oriented. A motivated employee is always quality oriented. A clear understanding of the way motivation works may help a manager to make his employees quality oriented.
അതായത് ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി എപ്പോഴും ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു മാനേജർ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഭയങ്കര ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻ. എ ഹൈ ലെവൽ മോട്ടിവേഷൻ റിസൾട്ട് ഇൻ പ്ലസൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എൻഷുർ സ്മൂത്ത് ഫങ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് നല്ല രീതിയിലുള്ള മോട്ടിവേഷന് കൊടുക്കുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കും, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷന് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഓർഗനൈസേഷനിലെ എല്ലാ ഫങ്ഷനും നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ബേസിസ് ഓഫ് ഗുഡ് കോപ്പറേഷൻ. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് വർക്ക് ടുഗദർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. ഹിയർ motivation is the basis of cooperation to attain the best result out of the efforts of the people at work. അതായത് ഒരു എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടായ കാരണമാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് മോട്ടിവേഷനാണ്. പിന്നെ വരുന്നത് ബെറ്റർ image. An organization provides opportunity to employees to satisfy their physical and psychological needs. It will create a better image about the organization among public. അതായത് ഈ മോട്ടിവേഷനിലൂടെ ഒരു ഓർഗനൈസേഷന് അവിടുത്തെ എംപ്ലോയീസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുറത്ത് ആര് ചോദിച്ചാലും നല്ലൊരു ഇമേജിന്, നല്ലൊരു രീതിയിലാണ് ആ ഓർഗനൈസേഷനെ പറ്റിയിട്ട് പറയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷന് നല്ലൊരു ഇമേജ് പബ്ലിക്കിൽ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലെസ് ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ. എ സാറ്റിസ്ഫൈഡ് എംപ്ലോയി വിൽ നോട്ട് ലീവ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് വിൽ ലീഡ് ടു ലോ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. അതായത് ഒരു എംപ്ലോയി നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയി ഓർഗനൈസേഷന് ലീവ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആബ്സെൻ്റ് ആവാനോ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ടേൺ ഓവർ കുറയ്ക്കാനും ആബ്സെൻറ്റീസം കുറയ്ക്കാനായിട്ടും ഹെൽപ്ഫുള്ളാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്കിൽ ആൻഡ് നോളേജ്. All the employees of the organization try to become efficient as far as possible to improve their skill and knowledge. It will enhance the overall efficiency of the organization. It will lead to get more wages, promotion, satisfaction of needs, etc. അതായത് എല്ലാ എംപ്ലോയീസും, ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസും എഫിഷ്യൻ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. അതായത് അവരുടെ സ്കില്ല് കൂട്ടിയിട്ടായാലും നോളേജ് കൂട്ടിയിട്ടായാലും അവർ എഫിഷ്യൻ്റ് ആവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസും ഇങ്ങനെ മോട്ടിവേഷനിലൂടെ ഇങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ തന്നെ ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാവും. അങ്ങനെ എംപ്ലോയീസിന് കൂടുതൽ വേജസ് കിട്ടാനും പ്രൊമോഷൻ കിട്ടാനുമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നോളേജ് ആയാലും സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കും. അതുകൊണ്ട് അത് ഓർഗനൈസേഷൻ്റെ ടോട്ടലായിട്ട് വരുന്ന എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് വരുന്നത് ക്രിയേറ്റ് വില്ലിങ്നെസ് ടു വർക്ക്. മോട്ടിവേഷൻ ഇൻഡ്യൂസസ് വർക്കേഴ്സ് to work. Sometimes a person is efficient physically, mentally and technically, but he is not willing to work. If he is motivated properly, needs and desires aroused out of his mind will induce him to work. അതായത് ഇപ്പോൾ ഒരാളിനെ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണിനെ വർക്കിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചില സമയത്ത് ഒരാൾക്ക് അയാൾ ഫിസിക്കലി, മെൻ്റലി, ടെക്നിക്കലി അയാൾ ഭയങ്കര ആക്റ്റീവായിരിക്കും, പക്ഷേ എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ അയാൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ടാവില്ല. അങ്ങനെ നല്ലൊരു മോട്ടിവേഷൻ നമ്മൾ അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിലൊരു ആവശ്യമായാലും ആഗ്രഹമായാലും ഉണ്ടായിട്ട് അയാൾ വർക്കിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു വർക്ക് ചെയ്യിക്കാനായിട്ടുള്ള വർക്ക് ചെയ്യിക്കാൻ ഒരു ഇൻഡിവിജ്വലിന് ആഗ്രഹം ഉണ്ടാക്കാനും മോട്ടിവേഷന് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മോട്ടിവേഷൻ്റെ പ്രോസസ്സാണ്. 6 സ്റ്റേജസ് ആണ് ഉള്ളത്.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നീഡ് ഐഡൻറ്റിഫിക്കേഷൻ. എ നീഡ് ഓൾവേസ് അറൈസ് ഇൻ മൈൻഡ്. എക്സാമ്പിൾ, ഡിസൈർ ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഇറ്റ് ഈസ് ദ ഡെഫിഷ്യൻസി ഓഫ് സംതിങ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് പ്രൊമോട്ട്സ് ദ സ്പാർക്ക് ആൻഡ് വിച്ച് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ മോട്ടിവേഷൻ. The employee feels certain needs that is unsatisfied and hence he identifies that need like desire to get a promotion. Then the unfilled need stimulates the employees to search certain goals and act as driving force for its accomplishment. This is the starting point in the motivation. അതായത് നമ്മുടെ മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരാൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിന്നാണ് മോട്ടിവേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് തുടങ്ങുന്നത്. അതായത് അയാളുടെ ഉള്ളിലെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു നീഡാണ് പ്രൊമോഷൻ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊമോഷൻ കിട്ടണം എന്നുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ മോട്ടിവേറ്റഡ് ആവാണ്. അവിടെ നിന്നാണ് മോട്ടിവേഷൻ തുടങ്ങുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇൻ ദിസ് വേസ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് വേസ് ആർ എക്സ്പ്ലോർഡ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ദ അൺസാറ്റിസ്ഫൈഡ് നീഡ് ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ ഫസ്റ്റ് phase. In fact, the unsatisfied need stimulates the processes of the employee that direct him to adopt a certain course of action. The employee is seeking the strategy to satisfy his need and he select the best strategy for its fulfillment. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ വഴികളുണ്ട്. ഇന്നത്തെ എൻവിറോൺമെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയിലൂടെ മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ്ലി ആയാലും പോസിറ്റീവ്ലി ആയാലും നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പല തരത്തിലുള്ള വഴികളുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിയിലൂടെ ആ ഗോൾ അല്ലെങ്കിൽ ആ നീഡ് ഫുൾഫിൽ ചെയ്യണമെന്ന് സെലക്ട് ചെയ്യേണ്ട സ്റ്റേജാണ് ഇത്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബെസ്റ്റ് സ്ട്രാറ്റജി നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. എംപ്ലോയി ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ബെസ്റ്റ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. നെക്സ്റ്റ് വരുന്നത് selecting goals. In the third phase of the process of motivation, the goals are selected on the basis of identifying needs and alternative course of action. അതായത് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഗോൾസ് സെലക്ട് ചെയ്യേണ്ടത്. അത് എന്തിൻ്റെ ബേസിസിലായിരിക്കണം? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത നീഡിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ സെലക്ട് ചെയ്ത ആക്ഷൻ്റെ കോഴ്സിലും അനുസരിച്ചിട്ടായിരിക്കണം ഗോള് സെലക്ട് ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റേജിൽ പറയുന്നത് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ദ ഐഡൻറ്റിഫൈഡ് നീഡ് സ്റ്റിമുലേറ്റ്സ് ദ എംപ്ലോയീസ് പെർഫോം ഇൻ എ സർട്ടൈൻ വേ ദാറ്റ് has already been considered by him. So the employee performs certain course of action to the satisfaction of unsatisfied need. The supervisor assess the performance of the employee. അതായത് ഈ സ്റ്റേജിലാണ് എംപ്ലോയിയുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പെർഫോം ചെയ്യുന്നത്. അതായത് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത ആക്ഷന് അനുസരിച്ച് എംപ്ലോയി പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ സൂപ്പർവൈസർ എംപ്ലോയി ചെയ്ത പെർഫോമൻസ് അസസ് ചെയ്യാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ സ്റ്റേജിൽ വരുന്നത് റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. ഇൻ ദ ലൈറ്റ് ഓഫ് എംപ്ലോയി പെർഫോമൻസ് ഹീ ഈസ് റിവാർഡഡ് ഓർ punished. Getting reward means he is able to satisfy his need. If the consequence of the particular course of action followed by an employee are in the form of reward, then the employee would be motivated to perform the same level of efforts for the accumulation of similar rewards in future. Whereas when the anticipated result of the action of an employee is lack of reward, then he would be willing to repeat his behavior in the future. അതായത് എംപ്ലോയിയുടെ പെർഫോമൻസ് കഴിഞ്ഞ സ്റ്റെപ്പിൽ സൂപ്പർവൈസേഴ്സ് അക്സസ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് അയാൾക്ക് റിവാർഡാണോ വേണ്ടത് പനിഷ്മെൻ്റ് ആണോ വേണ്ടതെന്ന് ഈ ഒരു സ്റ്റേജിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എംപ്ലോയീസിന് റിവാർഡാണ് കിട്ടുന്നതെങ്കിൽ അയാളുടെ ആഗ്രഹം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആ രീതിയിൽ തന്നെ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്ത് പോകണം. ഇപ്പോൾ അയാൾക്ക് റിവാർഡ് കുറവാണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിവാർഡാണ് ഉണ്ടായതെങ്കിൽ അയാൾ ആ ഒരു ബിഹേവിയർ മാറ്റിയിട്ട് അവിടെ ചേഞ്ചസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ചേഞ്ചസ് ഫ്യൂച്ചറിൽ കൊണ്ടുവരണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് റീ അസസ്മെൻറ്റ് ഓഫ് നീഡ്. When an employee feels satisfaction for his certain unsatisfied need through the reward of a certain line of action, then he again
reassess any future unsatisfied need, and resultantly the whole process is repeated again. If reward is denied or punishment is given to an employee, will re-evaluate his need. Sometimes he may give up ദ എൻഡ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി ചെയ്തതിന് റിവാർഡ് കിട്ടി, അതായത് അയാളുടെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ഫ്യൂച്ചറിൽ വല്ല അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഈ സ്റ്റെപ്പ് ഒന്നുകൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതല്ല പനിഷ്മെൻ്റാണ് കിട്ടിയതെങ്കിൽ അയാളുടെ നീഡ് ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, ഈ നീഡ് തന്നെ വേണ്ടാന്ന് വെക്കും. അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിലൂടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണോ ഡിസയർ അല്ലെങ്കിൽ നീഡ് കണ്ടുപിടിക്കുക, പിന്നെ ആ നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കുക, പിന്നെ ആ രണ്ടിൻ്റെയും ബേസിസിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക. നാലാമത്തേൽ നമ്മൾ എംപ്ലോയി പെർഫോം ചെയ്തിട്ട് അത് സുപ്പീരിയറെ ആക്സസ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ആ പെർഫോമൻസിനനുസരിച്ചിട്ട് റിവാർഡ് അല്ലെങ്കിൽ പനിഷ്മെൻറ്റ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് റിവാർഡാണ് കിട്ടുകയെങ്കിൽ ആ സ്റ്റെപ്പ് വീണ്ടും നമുക്കൊരു നീഡ് ഉണ്ടാകുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് നീഡ് മാറ്റുകയോ അല്ലെങ്കിൽ നീഡിൻ്റെ ചേഞ്ച് വരുത്തുകയോ ചെയ്യുക. ഇതാണ് പ്രോസസ്സ് വരുന്നത്. താങ്ക് യു.